ഹായ് ഫ്രണ്ട്സ്, ആശാ വർക്കർമാരുടെ സമരം 1.5 മാസമാകുമ്പോഴും പ്രശ്നപരിഹാരത്തിന് കാര്യമായൊരു നടപടി ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗവൺമെന്റ് അനങ്ങപ്പാറ നയം സ്വീകരിച്ചിരിക്കുകയാണ്. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി സമരത്തെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ പോലും ശക്തമായ ഒരു സമര പരിപാടിയും മുമ്പോട്ട് വരുന്നില്ല. BJP ആണെങ്കിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ കുറ്റവും സംസ്ഥാന ഗവൺമെന്റിന്. എന്നാൽ കേന്ദ്രം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അക്കാര്യം മിണ്ടുന്നേയില്ല. അവർ മാറി നിന്ന് കളി കാണുകയാണ്. അങ്ങനെ എല്ലാം കൂടി സമരത്തിനായി ഇറങ്ങി പുറപ്പെട്ട ആശാ വർക്കർമാർ തൃശങ്കുവിലാണെന്ന് പറയാം. എന്തൊക്കെ പറഞ്ഞാലും പ്രധാന ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിന് തന്നെ. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് കേരള സംസ്ഥാനത്തിലെ എക്കാലത്തെയും ലീഡർ ശ്രീമാൻ K. കരുണാകരനെയാണ്. അദ്ദേഹത്തിന്റെ ആയ കാലത്ത് കേന്ദ്ര ഗവൺമെന്റിലെ ട്രബിൾ ഷൂട്ടർ അല്ലെങ്കിൽ പ്രശ്ന പരിഹാരക്കാരനായിരുന്നു അദ്ദേഹം. ശ്രീ PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലം. അന്നത്തെ ഷെയർ മാർക്കറ്റ് രംഗത്തെ അധികായൻ ഹർഷദ് മേത്ത 1 കോടി രൂപ പ്രധാനമന്ത്രി കൈക്കൂലി നൽകിയെന്ന ആരോപണം. പിന്നെ അതിനെപ്പറ്റിയുള്ള ചർച്ചകളായി 1 കോടി രൂപ ഒരു സൂട്ട് കേസിൽ നിറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതിന്റെ ചർച്ചകളായി വലിയ വിവാദമായി തീർന്നു. കേന്ദ്രമന്ത്രിസഭ ആടി ഉലയുന്നൊരവസ്ഥ. പറന്നു കരുണാകർജി ഡൽഹിയിലേക്ക്. അദ്ദേഹത്തെ കരുണാകർജി എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം നരസിംഹറാവിനോട് പറഞ്ഞു, ഒന്നും ഭയപ്പെടാനില്ല, പ്രതികരിക്കാതിരിക്കുക. അനങ്ങാപ്പാറ നയം അത് തന്നെ. ഇനി വരാൻ പോകുന്ന പ്രശ്നം ഇതിനേക്കാൾ വലുതായിരിക്കും. ആ പ്രശ്നത്തിന്റെ തീവ്രതയിൽ ഇത് മറന്നു പോയിക്കോളും. പീപ്പിൾ ഹാവ് ഷോർട്ട് മെമ്മറീസ്, അത്രേ ഉള്ളൂ. സംസ്ഥാന ഗവൺമെന്റിലേക്ക് നോക്ക്, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു, എന്തെല്ലാം ആരോപണങ്ങൾ വന്നു. ആ സ്വർണ്ണക്കടത്ത് മുതൽ ഇങ്ങോട്ട് എന്തെല്ലാം ആരോപണങ്ങൾ. ഒരു പ്രശ്നം കത്തി നിൽക്കുമ്പോൾ കുറെ ദിവസം അതിന്റെ ചൂടും ചൂരൊക്കെ കാണും. അത് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വരിക, പിന്നെ അതിന്റെ അടുത്തത്, അങ്ങനെ ഇത് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോഴിതാ ആശാ വർക്കർമാരുടെ സമരവും അങ്ങനെ തന്നെ. ഈ പ്രശ്നവും 100,000 പ്രശ്നങ്ങളിൽ ഒന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഏതാണെങ്കിലും എവിടെ ചെന്നെത്തുമെന്ന് കാത്തിരുന്ന് കാണാം.